ഹലോ എവരിബഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇന്ന് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇപ്പോൾ ഉണ്ട് ഇവിടെ. ഞാൻ വരുന്ന ടൈം എൻ്റെ ഇക്കാക്ക് വരാൻ പറ്റൂല, ഇക്ക വരുന്ന ടൈം എനിക്ക് വരാൻ പറ്റൂല. സോ എപ്പോഴും എല്ലാവരും കാണത്തില്ല. ബട്ട് ദിസ് ഓണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ പോലെ വെക്കാം എന്നുള്ള രീതിയിലാണ്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ ആൻഡ് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്തു. സോ ഞാൻ നെക്സ്റ്റ് എന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ ഒരു കാര്യം കൂടെ, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മേ ബി 2 പാർട്ടായിട്ടായിരിക്കും കാണുന്ന, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട്. ചിലപ്പോൾ അത്രയും ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഇപ്പോൾ പോയി ഒന്ന് സാരി കൊടുത്ത് റെഡി ആയിട്ടൊക്കെ വരാം. ഇതാണ് എൻ്റെ ബ്ലൗസ്. ഒക്കെ കറക്റ്റ് പ്രോഗ്രാം എല്ലാം ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുക, ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് നമ്മൾ റെഡായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇരിക്കും. എൻ്റെ മുടി ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സ്വാനത്തെ കെട്ടിത്തരാം എന്ന് പറഞ്ഞു. അതിന് വേണ്ടി വെയിറ്റ്. നമ്മൾ റെഡിയായി കഴിഞ്ഞു അല്ലേ? യെസ്, റെഡിയായി കഴിഞ്ഞു. ഇനി എന്താ, ഫോട്ടോ എടുക്കാൻ പോണം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ തിരക്കും വർക്കും സ്റ്റഡീസും എല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർത്തത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഈ സ്നേഹവും സന്തോഷവും കൂടെ ചേർന്ന് ഈ ഓണം അടിച്ചു പൊളിക്കാം. ഈ ആഘോഷ വേളയിൽ എത്തിയിട്ടുള്ള എല്ലാവരും ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എന്തായാലും ഒരുമിച്ച് ഒത്തുകൂടിയിരിക്കുന്ന എന്തിനാ ഓണം പ്രോഗ്രാം 2025-26 വെൽക്കം ചെയ്യുന്നു. ഇനി എന്തായാലും വിഷമിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും സദ്യയിലേക്ക് കടക്കാം. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? നമ്മളിപ്പോ സദ്യ കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞത്, സെക്കൻഡ് റൗണ്ട് സദ്യയാണ്. ഞാനിപ്പോ ചോറും പരിപ്പും കൂടെയാണ് കഴിക്കുന്നത്. നന്നായിരിക്കും. നല്ല ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ വെജ് സദ്യ കഴിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അടിപൊളിയായി. വളരെ നല്ല സദ്യയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം ഇങ്ങനത്തെ ഒരു സദ്യ. ഗസ്റ്റ് ആയിട്ട് വന്ന സീമാന്റിയാണ്. അപ്പം എന്താണ്? അടിപൊളി സദ്യ. ഓണം എന്ന് ചിങ്ങ 1-ാം തീയതി തന്നെ ഇങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കി തന്നതിൽ വളരെ സന്തോഷം. സദ്യ കഴിച്ച മയങ്ങിയിരിക്കുവാണ്. ഞാൻ ഭയങ്കര ഉറക്കത്തിന്റെ മൂടാണ്. അപ്പൊ ഈ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൾച്ചറൽസിലേക്ക് കടക്കാം. തകർപ്പൻ തിരുവാതിര കഴിഞ്ഞ് അടുത്തത് ഒരു ഗാനമാണ്. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇല്ലുമിനാറ്റി. ഓക്കെ, ശരി, എന്നാ പാടിക്കോളൂ. പാടാൻ വേണ്ടി നമ്മുടെ കമ്മിറ്റി ലീഡറായിരുന്ന ഷാരോൺ ഖാൻ. ഷൂട്ട്സ് ഒക്കെ നടക്കുകയാണ്. ഹായ്, ഹലോ, വണക്കം, നമസ്കാരം, നമസ്തേ.
നെക്സ്റ്റ് ലെവലിലേക്ക്. സദ്യ, കൾച്ചറൽസ് ഇതെല്ലാം തീർന്നു. ഇനി ഗെയിംസും കൂടെയാണ് ഉള്ളത്. കുറേ 9 ഗെയിംസ് ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഗിഫ്റ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഉണ്ട്, പിന്നെ മെഗാ ഗിഫ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഇക്ക സുഹാനത്താണ് ഫുൾ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. സോ കാണാം ഇന്ന് ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന്. കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി എത്ര ഗെയിംസിലേക്ക് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ബുർജുൽ മന്തിയിലാണ് നിൽക്കുന്നത്. ഫുഡ് കഴിക്കാൻ പറഞ്ഞത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ബഡ്ജറ്റ് ഇട്ടത്. ചുരുക്കി, പക്ഷെ എന്നാലും ലൈക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റി. നമുക്ക് ഉള്ള എമൗണ്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ ബാക്കി പൈസയ്ക്ക് മന്തി കഴിക്കാൻ രാത്രി വന്നു. ഇത് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. ഓണം സെലിബ്രേഷൻ എങ്ങനെ പോയി നിനക്ക്? ഓണം സെലിബ്രേഷൻ നന്നായിട്ട് പോയി. നല്ല കളിയായിരുന്നു. നമ്മൾ നല്ല കോമ്പീറ്റ് ചെയ്ത് എല്ലാവരെയും നന്നായിട്ട് കളിച്ച് നമ്മുടെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ ഫോട്ടോഷൂട്ട് ആയാലും എല്ലാം നല്ല പക്കയായിട്ട് നടന്ന്. എനിക്ക് നാളെ എക്സാം ആയിട്ട് പോലും പക്ഷെ ഞാൻ ആ ചിന്തയിൽ ഇല്ലാതെ ഞാൻ ഫുള്ള് കളിച്ച് പവറാക്കി നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓണം സെലിബ്രേഷൻ നല്ലതായിരുന്നു. ടിക്ക് കൊടുക്കണം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മണി ഇപ്പം എത്ര? 11:30 ആയി. ഇപ്പോഴാണ് ഒന്ന് നേരെ ചൊവ്വ ഞാൻ ഇരുന്നത്. അങ്ങനെ ഒരു ഗുഡ് അടിപൊളിയായിട്ട് ഒരു ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു നമ്മുടെ ഈ വർഷത്തെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് ലൈക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓക്കെ, ബൈ.